പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ പ്ലാസ്റ്റിക് ഗ്ലാസ് നിർമ്മാണ വിതരണ മേഖലയും കടുത്ത പ്രതിസന്ധിയിൽ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എണ്ണയെ ആശ്രയിച്ചാണ്. അസംസ്കൃത വസ്തുക്കൾക്ക് നിരന്തരമായി വില വർദ്ധിക്കുന്നത് ഉൽപാദന ചെലവ് കൂട്ടി. ഗ്ലാസ് കണ്ടെയ്നർ നിർമ്മാതാക്കളും വാണിജ്യ വാതക വിതരണത്തെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം എണ്ണ വാതക വിതരണ പ്രതിസന്ധി സൃഷ്ടിച്ചതിനൊപ്പം ഊർജ്ജവില കുതിച്ചുയരാനും കാരണമായി. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതവും താറുമാറായത് പ്ലാസ്റ്റിക് ഗ്ലാസ് ഉൽപ്പന്ന മേഖലയെ ബാധിച്ചു. എണ്ണ വിതരണത്തിലെ തടസ്സങ്ങളും ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും മൂലം ആഗോളതലത്തിലും പ്ലാസ്റ്റിക് ഗ്ലാസ് നിർമ്മാണ മേഖല പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഭാഗികമായി എണ്ണയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നതിനാൽ ഫെബ്രുവരി അവസാനം യുദ്ധം തുടങ്ങിയതിനു ശേഷം എണ്ണയുടെ വില 40% ഉയർന്നിട്ടുണ്ട്. ഗ്ലാസ് ഉൽപ്പന്ന നിർമ്മാതാക്കൾ അവരുടെ ഫർണസുകൾ പ്രവർത്തിക്കാൻ വ്യാപകമായി വാണിജ്യവാതകത്തെ ആശ്രയിക്കുന്നു. ഇറാനിലെ US ദൗത്യം നീണ്ടുപോകുമെന്ന് വ്യക്തമായതോടെ എണ്ണവില വീണ്ടും ഉയരുകയാണ്. ഗൾഫ് മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ഇറാൻ ആവർത്തിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും വില ഉയരാൻ കാരണമാകുന്നു. ബ്രന്റ് ക്രൂഡ് വീണ്ടും ഉയർന്ന് $108 ഫെബ്രുവരി 28 ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും യുദ്ധം ആരംഭിച്ചത് മുതൽ ആഗോള ഊർജ്ജ വിപണി കടുത്ത പ്രതിസന്ധിയിലാണ്. ലോകത്തെ എണ്ണ വാതക നീക്കത്തിന്റെ 20% നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതോടെ ഏഷ്യൻ രാജ്യങ്ങൾ എണ്ണയ്ക്കായി നെട്ടോട്ടമോടുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലെത്തി. എന്നാൽ പകുതിയിലധികം എണ്ണ മധ്യപൂർവേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചൈന ഈ സാഹചര്യത്തിലും അസാധാരണമായ ശാന്തത പുലർത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇതിന് പിന്നിൽ വർഷങ്ങൾക്ക് മുൻപ് ആസൂത്രണം ചെയ്ത ഒരു തന്ത്രമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുമ്പോൾ ലോകം നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണ വിതരണ പ്രതിസന്ധിയാണ്. പ്രതിദിനം ഏകദേശം 20 ദശലക്ഷം ബാരൽ എണ്ണയുടെ കുറവാണ് വിപണിയിലുള്ളത്. ഇത് 1978-നും 2022-നും ഇടയിൽ ആഗോള വിപണി സാക്ഷ്യം വഹിച്ച 5 വലിയ വിതരണ തടസ്സങ്ങളുടെ ആകെ തുകയ്ക്ക് തുല്യമാണെന്ന് പ്രമുഖ വിപണി നിരീക്ഷകർ വിലയിരുത്തുന്നു. തന്ത്രപ്രധാനമായ ഗതാഗത ഇടനാഴികളിലെ തടസ്സങ്ങൾക്കൊപ്പം അപ്രതീക്ഷിത ഉൽപാദന കുറവ് കൂടി വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത്. ഉൽപാദനം 4.3 ദശലക്ഷം ബാരലിൽ നിന്ന് 1.3 ദശലക്ഷം ബാരലായാണ് കുറഞ്ഞത്. അതേസമയം ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണ വിലയിലുണ്ടായ വില വർധനയെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ധനവിലയിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തി. രാജ്യത്തെ ഡീസൽ വില 54.9% വർദ്ധിപ്പിച്ച് ലിറ്ററിന് 520.35 പാകിസ്ഥാനി രൂപയായും പെട്രോൾ വില 42.7% വർദ്ധിപ്പിച്ച് 458.40 രൂപയുമായാണ് ഉയർത്തിയത്. ഇതോടൊപ്പം മണ്ണെണ്ണ വില ലിറ്ററിന് 34.8 രൂപ വർദ്ധിച്ച് 457.80 രൂപയിലെത്തി. ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. US ഇറാൻ സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ നിയന്ത്രണാതീതമായ വിലക്കയറ്റമാണ് ഇത്തരമൊരു വില വർധനവിന് പ്രധാന കാരണമെന്ന് പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക് അറിയിച്ചു. സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കായി ഹോർമൂസ് കടലിടുക്കിനെയാണ് പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്നത്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതും പാകിസ്ഥാന് തിരിച്ചടിയായി. അതേസമയം ഇറാനിൽ നിന്ന് കൂടുതൽ LPG എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇറാനിൽ നിന്ന് ഇതുവരെ എത്തിയത് ഒരു LPG ടാങ്കറാണ്. കൂടുതൽ LPG ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഊർജ്ജ വിതരണത്തിലെ തടസ്സം കാരണം മൊത്തത്തിലുള്ള ഇറക്കുമതി 15% കുറഞ്ഞെങ്കിലും ഫെബ്രുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 90% വർദ്ധിച്ചു. യുദ്ധത്തെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ പെട്രോളിയം വാതക ഇറക്കുമതിയിൽ 40% കുറവുണ്ടായി. 2025 ഡിസംബറിലും 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞിരുന്നു. അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് കുറച്ചത്. എന്നാൽ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക പ്രഖ്യാപിച്ച 30 ദിവസത്തെ ഇളവിലാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുതിച്ചുയർന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.